ശരി, നന്ദഗോപാൽ, അഖിൽ കൂടി ചേരുന്നുണ്ട്. അഖില, ഈ നഗരം അല്പസമയത്തിനകം പുലികൾ കീഴടക്കും. ഇതിന്റെ ഒരു ഭംഗി അത് കുറച്ചുകൂടി ഇരുട്ടുമ്പോഴാണ് കൂടുതൽ ഭംഗിയായി വരുന്നത്. ഈ കളറുകളും എല്ലാം കൂടി ചേരുമ്പോഴുള്ളൊരു ഭംഗിയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഇത് വെറുതെ പുലികളി കളിക്കുക എന്നതിനപ്പുറത്തേക്ക്, ഇതിന്റെ ഒരു ഭംഗിക്കപ്പുറത്തേക്ക് ഇത് സമ്മാനം അടിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ഓരോ ദേശത്തിനെയും സംബന്ധിച്ച് അത്രയും വലിയ മത്സരം കൂടിയാണ് ഈ ഓണക്കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മത്സരത്തിൽ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിനുവേണ്ടി ഒരുക്കേണ്ടത്? ധന്യ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പുലിക്കളിയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ സമ്മാനമാണ്. ആ സമ്മാനത്തിന്റെ തുകയല്ല, ആ സമ്മാനം നേടുന്ന ആ ട്രോഫി, കോർപ്പറേഷൻ നൽകുന്ന, തൃശ്ശൂർ കോർപ്പറേഷൻ നൽകുന്ന ആ ഒരു ട്രോഫി ഉണ്ട്. ആ ട്രോഫിക്ക് വേണ്ടി തന്നെയാണ് ഓരോ സംഘങ്ങളും. കാരണം പ്രത്യേകിച്ചും ഈ പുലിക്കളിയെ സംബന്ധിച്ചോളം ആ ട്രോഫി നേടുക എന്ന് പറയുന്നത് അവർക്കത് അവരുടെ ഒരു കരക്കാരുടെ അല്ലെങ്കിൽ ദേശക്കാർക്കിടയിൽ ഒരു അഭിമാനമായി അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ആ ഒരു പുലിക്കളി, ആ ദേശത്തിന് പുലിക്കളിക്ക് വേണ്ടി ഇറങ്ങുന്നവർ ഒന്നാണ് എന്ന് പറയുന്ന ആ ഒരു കാഴ്ചക്കാരാക്കി നിർത്താനുള്ള ഒരു ആവേശം തന്നെയാണ് തൃശ്ശൂരിക്കാരെ സംബന്ധിച്ചോളം അത് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തൃശ്ശൂർ പുലികളിയെ സംബന്ധിച്ചോളം അതിന്റെ ഓരോ ഘടകത്തിനും ഓരോ പ്രത്യേകത ഉണ്ടെന്നാണ്. 51 പുലികളാണുള്ളത്. അപ്പോൾ ഓരോ പുലിയും ഈ താളത്തിനൊത്തിച്ചാണ് ചുവട് വെക്കുക. ആ താളത്തിന് പ്രത്യേകത ഉണ്ട്. ആ താളത്തിനും ആ ചുവടിനും മാർക്കുണ്ട്, വരയ്ക്ക് മാർക്കുണ്ട്. അതോടൊപ്പം തന്നെ ടാബ്ലോയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ മാർക്കുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നോക്കിക്കൊണ്ടാണ് ഈ പൂരത്തിലേക്ക് കടക്കുമ്പോൾ, ഈ തൃശ്ശൂർ പൂരത്തിലേക്ക് പുലികളിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടാണ് അവസാനം ആര് വിജയിയാവും എന്നുള്ളത് കാണുക. നമുക്ക് കഴിഞ്ഞ തവണത്തെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ജയിച്ചത് അയ്യന്തോൾ ദേശമാണ്. ഇത്തവണ അയ്യന്തോൾ ദേശം മത്സരിക്കാനില്ല. കഴിഞ്ഞ തവണ അയ്യന്തോൾ ദേശത്തോട് അവസാന മിനിറ്റ് വരെ പൊരുതി തോറ്റു. അതായത് ഒരു പോയിന്റിനാണ് ഈ കാനാടുകര ഒരു പോയിന്റാണ് തോറ്റത്. അപ്പോൾ അത്രത്തോളം ഒരു കടുത്ത മത്സരമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓരോ പുലിയും ആ പുലിയുടെ ആ നൃത്തത്തിനൊത്തുന്നുണ്ടോ, നമ്മളിപ്പോൾ ആ ഒരു ശബ്ദത്തിന്റെ വേഗത കൂടുന്നു, ആ കൊട്ടിന്റെ വേഗത കൂടുന്നു. അതിനനുസരിച്ച് പുലിയുടെ ആവേശവും പുള്ളിയുടെ കളിയുടെ രീതിയും ഒക്കെ തന്നെ മാറും. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പുലികളിക്ക് മാർക്കുണ്ട്, ടാബ്ലോയ്ക്ക് സെപ്പറേറ്റ്, അതായത് ടാബ്ലോയ്ക്ക് വേറെ നൽകുന്ന ഒരു സമ്മാനമുണ്ട്, അതേപോലെ പുലികളിക്ക് ഒരു സമ്മാനമുണ്ട്. അതോടൊപ്പം തന്നെ മികച്ച പുലി, ഏറ്റവും നന്നായി കളിക്കുന്ന പുലി, ആ പുലിക്ക് പോലും സമ്മാനമുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായ സമ്മാനങ്ങളാണ് കോർപ്പറേഷൻ നൽകി വരുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു മത്സരം, കടുത്ത മത്സരം. നമ്മൾ അല്പസമയം മുമ്പ് ഈ പുലികളി സംഘാംഗങ്ങളുമായൊക്കെ തന്നെ സംസാരിച്ചാണ്. അപ്പോൾ നമ്മൾ അവരുടെ വാക്കുകളിൽ കേട്ടതാണ്. അവർ ഇത്തവണ ഞങ്ങൾ, അതായത് വർഷങ്ങൾക്ക് മുൻപ് അവസാനിക്കുമ്പോൾ നിർത്തിയ ആ ഒരു കിരീടം, അല്ലെങ്കിൽ ആ കിരീടം തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം അതുണ്ടാകും. അത് ഇത്തവണ ഞങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് എന്നത്. എല്ലാ ദേശങ്ങളും, നമ്മൾ 7 ദേശങ്ങളോട് ചോദിച്ചാലും ആ 7 ദേശങ്ങൾക്കും പറയാനുണ്ടാവുക ഇത് തന്നെയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായി ഇഴകീരി പരിശോധിക്കുക. അതായത് 2 സ്ഥലങ്ങളിൽ നിന്ന് പരിശോധന മാർക്കിടാൻ ജഡ്ജസ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഇഴകീരി പരിശോധിച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാം, ഒരു പോയിന്റിന് കഴിഞ്ഞ തവണ ഈ വിജയം നഷ്ടമായി എന്ന് പറയുമ്പോൾ, ഒരു പോയിന്റിന് വിജയം നഷ്ടമായി എന്ന് പറയുമ്പോൾ അവർ എത്രത്തോളം ഒരു കടുത്ത മത്സരമായി നടക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരുപാട്, നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ കുട്ടിപ്പുലികളും പെൺപുലികളും ഒക്കെ തന്നെ ഈ ചാക്കാമുക്ക് ദേശത്തിന്റെ എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ്. ഇവിടെ 2 കുട്ടിപ്പുലികളുണ്ട്, ഒരു പെൺപുലിയുണ്ട്. നമുക്ക് ആ പെൺപുലിയോടൊന്ന് ചോദിക്കാം. നമ്മൾ രാവിലെ കണ്ടിരുന്നു, പക്ഷെ നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ പുലി ആയിരുന്നില്ല, ഇപ്പൊ ശരിക്കും പുലിയായി. അപ്പൊ ഇനി പുലികളി തുടങ്ങാൻ പോവാണ്. സ്റ്റെപ്പൊക്കെ പഠിച്ചു. ഉഷാറായിട്ട് കളിക്കണം. അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. അതായത് പുലികളെല്ലാവരും ഉഷാറാണ്, പുലികളെല്ലാവരും തയ്യാറായി കഴിഞ്ഞു. ഇനി കുറച്ച് സമയം ഈ ദേശങ്ങളിൽ ഒരു കളി ഉണ്ടാവും. ആ ദേശങ്ങളിലെ കളിക്ക് ശേഷമാണ് ഇവർ ഈ നഗരത്തിലേക്ക്, തൃശ്ശൂർ റൗണ്ടിലേക്ക് കയറുക. അത് ദേശങ്ങൾ മുൻ വർഷങ്ങളെ പോലെയല്ല ഇത്തവണ കൃത്യമായി, അതായത് നമ്മൾ നേരത്തെ വിട്ടുപോയൊരു കാര്യം ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നു. ഈ മത്സരത്തെ കാര്യം പറഞ്ഞപ്പോൾ സമയക്രമം പാലിക്കുന്നതിന് പോലും മാർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ഓരോ ദേശത്തിനും ഈ സമയം കൃത്യമായ സമയ ചാർട്ടുണ്ട്. ആ സമയ ചാർട്ടിൽ കൃത്യമായി അകത്തേക്ക് കയറുമ്പോഴാണ് കൂടുതൽ, അതായത് വിജയിക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുക. അതായത് പാട്രായ്ക്കൽ ദേശമാണ് ആദ്യം കയറുന്നത്. അവർ 5 മണിക്ക് റൗണ്ടിലേക്ക് എത്തണം എന്നുള്ളതാണ് അവരുടെ ഒരു സമയം എന്ന് പറയുന്നത്. 9:30 തിരികെ ഇറങ്ങണം. അതുപോലെ തന്നെ സീതാറാം മില്ല് 6 മണിക്ക് കയറണം, ശങ്കരൻകുളങ്ങര 6:30, നോക്കുകയാണെങ്കിൽ ഏതാണ്ട് സമയമായി അഖിൽ. ഈ പുലിച്ചുവടുകളും താളവും ഒക്കെയായിട്ട് സ്വരാജ് റൗണ്ടിലേക്ക് പുലികൾ എല്ലാവരും എത്താനുള്ള സമയമായി. 5 മണിയോടെ ഫ്ലാഗ് ഓഫ് നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോരുത്തർക്കും നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഓരോ മടകളിൽ നിന്നും ഓരോ ദേശത്തിന്റെ പുലികൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പും നടത്തിക്കഴിഞ്ഞു. അങ്ങനെ ഇക്കൊല്ലത്തെ ഓണാഘോഷത്തിന്റെ അവസാന പുലികളി മത്സരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഫ്ലാഗ് ഓഫ് നടക്കും.